ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം. അപ്പോൾ ഇത് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനും വിദേശത്തേക്ക് കൊടുത്തു വിടാനെല്ലാം വളരെ നല്ലതാണ്. കേടുകൂടാതെ ഇത് കുറേ നാൾ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി 3 തേങ്ങ എടുത്ത് ഇതേപോലെ ചെറുതായി അരിഞ്ഞ് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യണത്. ഇതേപോലെ നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണക്കച്ചെമ്മീനാണ്. 100 ഗ്രാം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെറിയ അമ്മിക്കുഴ വെച്ചിട്ട് ഞാനിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ആ കൊമ്പെല്ലാം ഒന്ന് ഒടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ കരടെല്ലാം മാറ്റി ഇത് വറുത്തെടുക്കാൻ പോവാണ്. ചെമ്മീൻ എടുക്കുമ്പോൾ ഇത് കഴുകി വറുത്തിട്ട് എടുക്കണം. ഞാനിവിടെ കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണിത്. അപ്പോൾ ഇത് തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ നന്നായി വറുത്ത് കിട്ടി. ഇനി ഇത് ചൂടാറട്ടെ. ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടിച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചെമ്മീൻ പൊടിച്ച അതേ ജാറിലേക്ക് തേങ്ങ വെയിലത്തിട്ട് ഉണക്കി വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പകുതി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിവിടെ പകുതി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണക്കിയ തേങ്ങ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായി പൊടിച്ചെടുക്കണം. ഇനി ഇവിടെ ചെമ്മീൻ പൊടിച്ച് വെച്ചേക്കൂടെ ഈ പൊടിച്ച തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ഉണങ്ങിയ തേങ്ങയും കൂടിയും ഇതേപോലെ തന്നെ ഇട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം തേങ്ങയും നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചെറിയ ടീസ്പൂണിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഉപ്പും മുളകും എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായി തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി ഇതിൽ ഉപ്പും മുളകോ വേണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലേശം മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചമ്മന്തി പൊടിയാണ്. കേടാവാതെ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. തേങ്ങ ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തേങ്ങ ചിരകി വറുത്തെടുക്കാവുന്നതാണ്. എന്നിട്ട് പൊടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു ചമ്മന്തി പൊടിയാണിത്. ഇനി ഇതൊരു ചെപ്പിലേക്ക് ആക്കി അടച്ച് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നല്ല എളുപ്പവുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.